ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നഴ്സറിയിലുണ്ടല്ലോ ഒരു പാരൻറ്റ് എല്ലാ സ്റ്റാഫുകൾക്കും ഫുഡ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ലഞ്ച് കൊണ്ടുപോയതുകൊണ്ട് തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ മന്ത് തീം വന്നിട്ട് വെതർ ആൻഡ് സീസൺസ് ആണ്. അപ്പം ഞാൻ കരുതി നാളെ ഒരു സീസൺ തീമിലുള്ള ആക്ടിവിറ്റി ചെയ്യാന്നുള്ളത്. നമ്മൾ ആക്ച്വലി 2 മണിയാകുമ്പോഴേക്കും പിള്ളേർ പോയിട്ടുണ്ടെങ്കിലാണ് പിറ്റേ ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീസ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ലൊരു ആക്ടിവിറ്റി കിട്ടി. പക്ഷേ അതിന് എനിക്ക് വലിയൊരു സ്റ്റാർ വേണമായിരുന്നു. ഇതുപോലെ ഈ ഒരു കാർട്ടൂണിലോ അതല്ലെങ്കിൽ ഇതുപോലെ ചാർട്ട് പേപ്പറിലോ കട്ട് ചെയ്തിട്ടുള്ള വലിയൊരു സ്റ്റാർ വേണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിട്ടോ, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നാളേക്ക് ഈ ഒരു ആക്ടിവിറ്റിക്ക് ഇത് വേണം. അപ്പോൾ അവളും ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അഡ്മിൻ വന്നിട്ട് പറഞ്ഞത് അത് നമുക്ക് പ്രൊജക്ടറിൽ ജസ്റ്റ് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടെ നഴ്സറി റൂമിൽ വന്നിട്ട് അതൊന്ന് ജസ്റ്റ് ട്രേസ് ചെയ്തെടുക്കലാണ്. പിന്നെ ഈ ഒരു ആക്ടിവിറ്റി വന്നിട്ട് പിള്ളേർക്ക് മെസ്സി പെയിൻറ്റിന് വേണ്ടിയിട്ട് താഴത്ത് ടീച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അവളുടെ റൂമിൽ വെച്ച പിള്ളേർ അത് കേടെടുത്തു എന്ന് കരുതിയിട്ട് അവൾ നഴ്സറി റൂമിൽ ജസ്റ്റ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അങ്ങനെ ഇതാ നമ്മളെ കൊണ്ട് മാത്രം പറ്റാനായിട്ട് താഴത്തെ മറ്റേ അസിസ്റ്റന്റ് ടീച്ചറും കൂടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും നമ്മുടെ ഫൈനലി കാര്യം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ഒബ്സർവേഷനും കാര്യങ്ങളും ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെസൺ പ്ലാന് കുറച്ച് കാര്യങ്ങളും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിനും കാര്യത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇനി ഇതാ അങ്ങനെ 3:30 ആയപ്പോൾ നമ്മൾ റൂമിലേക്കുള്ള പോക്കാണ്. റൂമിലേക്കല്ല, ഇന്ന് എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അതായത് നഴ്സറിക്ക് എനിക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. നമുക്ക് ശരിക്ക് നഴ്സറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സംഭവങ്ങളും. പക്ഷേ എൻഡ് ഓഫ് മന്ത് ആണ് നമുക്ക് നെക്സ്റ്റ് മന്തിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് എഴുതി കൊടുക്കുക. പക്ഷേ നമ്മളുണ്ടല്ലോ എല്ലാ സമയത്തും നമ്മൾ ലെസൺ പ്ലാൻ എഴുതുന്നത് ബിഫോർ 1 വീക്കാണ്. അപ്പം നമുക്കറിയില്ല നെക്സ്റ്റ് വീക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പം മിക്കവാറും ഉണ്ടല്ലോ എല്ലാ മാസവും എനിക്ക് ഒരു 100-150 ദിർഹംസ് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങാൻ തന്നെ മാറ്റി വെക്കണം കേട്ടോ. കാരണം എന്തൊക്കെയാണ് നമുക്ക് സാധനങ്ങൾ വേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവിടെ ചെന്നപ്പം പിന്നെ ഇതാ കുറേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്താണ് കേട്ടോ. എനിക്കുണ്ട് പിന്നെ പ്രത്യേകിച്ച് കിച്ചൺ ഐറ്റംസ് ഉണ്ടല്ലോ ഭയങ്കര ക്രേസ് ആണെന്ന് തന്നെ പറയാം. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അത് നോക്കിയിട്ട് വേറെ എന്തും നോക്കുള്ളൂ. ഈവൻ നമ്മൾ വാങ്ങിക്കാൻ പോയ സാധനങ്ങളാണെങ്കിൽ പോലും ആദ്യം കിച്ചൺ ഐറ്റംസിൻ്റെ അടുക്കാണ് കേട്ടോ ഓടുക. ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു അബുദാബിയിൽ ഏറ്റവും റേറ്റ് കുറവുള്ളൊരു ഷോപ്പ് എന്ന് തന്നെ പറയാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്രയും വിലക്കുറവ് വേറെ എവിടെ ഇല്ലാന്ന് കേട്ടോ. അത്രയും കളക്ഷനും ഉണ്ട്, അത്രയും എന്താ പറയുക പ്രൈസും കുറവാണ്. അങ്ങനെ ഇതാ ഇക്ക വന്നിട്ടാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ റൂമിലാക്കിയിട്ട് പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റ് ഇതാ ഇനി നമ്മുടെ കിച്ചൺ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എന്ത് പരിപാടിയും നടക്കുക. പിന്നെ പനി ജലദോഷം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടയേർഡും നന്നായിട്ടുണ്ട്. ഇനി മീനൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സ്നാക്സ് ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നീനും വന്നിട്ടുണ്ട് മദ്രസ കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ചായ കുടിക്കലാണ്. ഇനി ആദ്യം തന്നെ ഞാൻ കരുതി മീനൊക്കെ ഒന്ന് മസാല തേച്ചേക്കാന്നുള്ളത്. അപ്പോൾ ഒന്ന് ഉപ്പും പുളിയൊക്കെ എല്ലാം പിടിക്കുമല്ലോ. അപ്പം മീൻ കട്ട് ചെയ്തപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. കാരണം അതിൻ്റെ ആ ഒരു മുള്ളുണ്ടല്ലോ, മുള്ളാണോ എല്ലാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. അത്രയും ഹാർഡായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും കത്തിയും കേടായിട്ടുണ്ടായിരുന്നു. മീനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാനതങ്ങ് മസാല തേച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2-3 ദിവസത്തേക്കുള്ളത് വേറെ വേറെ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ് കേട്ടോ. അത് സാധാരണ നമ്മൾ മീൻ വാങ്ങിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഡെയിലി അങ്ങനെ വാങ്ങിച്ച് ക്ലീൻ ചെയ്യാറൊന്നുമില്ല. രാത്രിയിൽ ഇന്ന് ഫുഡ് വന്നിട്ട് ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയും സാമ്പാറും. അപ്പം രാത്രിക്ക് എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ രാവിലത്തേക്ക് എടുക്കുക. കാരണം അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കുറച്ച് എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് കഴിഞ്ഞ് ഒന്ന് സൈഡാവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. നാളെ രാവിലത്തേക്കും അത് തന്നെയാണ്. പിന്നെ നാളെ ഉച്ചക്കൽക്കുള്ള ചോറിലേക്കുള്ള കറിയും അത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കുറേ തട്ടിപ്പും പരിപാടിയൊക്കെ എടുത്താൽ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്.
പിന്നെ ഇതാ സാമ്പാറിന് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇല്ല, ഉള്ളതെല്ലാം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മറക്കും. ഇപ്പം പച്ചക്കറി കട്ട് ചെയ്താൽ നിന്നപ്പോഴാണ് അത് പീൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില പറയുന്നുണ്ട് ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ സംസാരിച്ച് പോകുന്നത് എന്നുള്ളത്, പക്ഷേ വോയിസ് ഓവർ കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിൻ്റെ. മാഷാല്ലാ അത് 25K വ്യൂസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് അത്രയും ഇതിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് അപ്പം അത്രയും പേര് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പലരും ജോബ് അന്വേഷിക്കുന്നവരാണ്, കാരണം ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആ ഒരു ഡൗട്ട്സ് കൊണ്ട് തന്നെ ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ പല കാര്യങ്ങൾക്കുള്ള മറുപടി ഞാനിങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. പിന്നെ പലരും സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ പല കാര്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോമൻറ്റ് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പരിപ്പും കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് അതിൻ്റെ എടുത്തിട്ട് വിസിലടുപ്പിക്കലാന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇഡ്ഡലി പാക്ക് ഉണ്ടല്ലോ നമ്മളിതിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഞാനുണ്ടല്ലോ പച്ചരിയും അതുപോലെ ഉഴുന്നും എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ള ടൈം പോലും എനിക്ക് കിട്ടാറില്ല കേട്ടോ. ടൈം കിട്ടുന്നില്ല എന്നല്ല, എന്താ പറയുക അതുമ്മ കണ്ട് ഒരുങ്ങി നിൽക്കാത്തതാണ് മെയിൻ പ്രശ്നം, അല്ലാണ്ട് മറ്റൊന്നുമല്ല. അങ്ങനെ എന്താ അതെല്ലാം ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കറിക്ക് വേണ്ടിയിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കലാണ്. വെണ്ടയ്ക്ക് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇടലാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കലാണ്. പിന്നെ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കൽ. കായപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൗഡറും ഞാനത് കടുക് പൊട്ടിക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കൽ. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും പച്ചമുളക് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യാറുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കലാന്ന് കേട്ടോ. പിന്നെ ഉപ്പേരി വന്നിട്ട് കേബേജ് വെക്കാമെന്ന് വിചാരിച്ച്, കാരണം ഈ 2 കേബേജും ഉണ്ടല്ലോ നാശമായി പോവായിരുന്നിരുന്നിട്ട്, രണ്ടും ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ. സാലഡിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് രണ്ടും നാശമായി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കരുതി രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഉപ്പേരി വെക്കാമെന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ചോപ്പർ ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നാട്ടിൽ മീഷോയിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും വാങ്ങിച്ചോ, കാരണം നല്ല യൂസ്ഫുള്ളാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ ഒനിയൻ ആണെങ്കിലും കേബേജ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അങ്ങനെയെല്ലാം ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ നല്ല ചെറുതായിട്ട് വരും. അപ്പം കാണാണെങ്കിൽ വാങ്ങിച്ചോ കേട്ടോ. ഇനിതാ സാമ്പാറിലേക്ക് ആ ഒരു വെണ്ടയ്ക്ക ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് അതിലേക്കുള്ള വറവ് റെഡിയാക്കലാണ്. സാമ്പാർ പൊടി ഇട്ടപ്പോഴാണ് കേട്ടോ നോക്കുന്നത്. കായം വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കായം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തോനെ സാമ്പാർ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതാ ഉപ്പേരി ഉണ്ടാക്കലാണ്. ഈ ഒരു കാബേജ് ഉപ്പേരി ഉണ്ടല്ലോ ഇതിലേക്ക് എനിക്കിതുപോലെ വല്യുള്ളിയും അതുപോലെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്താലേ കേട്ടോ എനിക്കിഷ്ടമുള്ളൂ. അല്ലാണ്ട് നോർമലി എന്താ പറയുക നമ്മൾ വെക്കില്ലേ അങ്ങനെ വെച്ച് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഈ ഒരു സ്പാച്ചിലുണ്ടല്ലോ ഇതും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ 6 ദിറംസിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഐക്കയിലൊക്കെ 4 ദിറംസേ ഉള്ളൂ, ഒന്നുകൂടി ചെറുതായിരിക്കും. പക്ഷേ ഇത് കുറച്ച് വലുതാണേനും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് അൽവാദിൻ്റെ അവിടെയുള്ള ആ ഒരു ഗ്രാൻഡ് എമിറേറ്റ്സ് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ ആയിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ ലോങ് വീഡിയോ. മാഷാഅല്ലാഹ് അതിന് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ പൊരിക്കലാണ്. മീനെല്ലാം കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചോറും കൂട്ടാനും കഴിക്കൽ. രാത്രിയിലും രാവിലെയും ചായയും കടിയാണ്. അപ്പം ഉച്ചയ്ക്ക് മാത്രമുള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ രണ്ടാമത്തെ ഒരു ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ട്
നെക്സ്റ്റ് പരിപാടി വന്നിട്ട് നമ്മളെ മെയിൻ പരിപാടി എന്താ പറയുക ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നഴ്സറിയിൽ നിന്ന് വന്ന കിറ്റും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഒന്നായിട്ട് കൊണ്ടുവന്ന് അട്ടിയിട്ടിട്ടുണ്ട് ടേബിളുമ്മേൽ. ടേബിൾ ശരിയാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം എന്ത് സാധനം എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് എറിച്ചിൽ ഒന്നെങ്കിൽ ടേബിളുമ്മക്ക് അതല്ലെങ്കിൽ സോഫമ്മക്ക് ഈ 2 സ്ഥലത്തേക്കാണ് റൂമിൽ വരിക. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ റൂമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അത്രയും ചെറിയ റൂമായിരിക്കും. നമ്മൾ നിൽക്കുന്നത് സ്റ്റുഡിയോ റൂമിലാണ് കേട്ടോ. ഒരു റൂമും ഒരു ബാത്റൂമും ഒരു കിച്ചണാണ് വരുന്നത്. പിന്നെ കുറേ പേര് നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റൂമിന് റെൻറ്റ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ 2003 ആണ് റെൻറ്റ് വരുന്നത്. ഇന്ത്യൻ മണി അല്ല കേട്ടോ, ഇവിടുത്തെ UAE ദിർഹംസ് 2300. അപ്പോൾ അത് അന്നത്തെ ആ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക ക്യാഷിന് തന്നെ നമ്മുടെ റൂം കണ്ടിട്ടുണ്ടെങ്കിൽ നിന്ന് തിരിയ സ്ഥലമില്ലാത്ത റൂമാണ് കേട്ടോ. എന്നാലും മാഷാഅല്ലാഹ് കുഴപ്പമില്ല. ഇവിടുത്തെ ചില റൂമുകളൊക്കെ കണ്ടാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് പാവം തോന്നും കേട്ടോ. പാവമാണ് എന്താ തോന്നുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നേ തോന്നും. പക്ഷേ ചിലർക്കൊക്കെ ഉണ്ടല്ലോ നമ്മളെ റൂം വന്നാൽ അവർക്കും തോന്നുന്നുണ്ടാവായിരിക്കും എന്തിനാണ് നാട്ടിൽ അത്രയും വലിയൊരു വീട് വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ളത്. ഇക്കാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ കാര്യം എൻ്റെ അടുത്ത് ഓപ്പണായിട്ട്, എന്തിനാ സഫൂറ ആ ഒരു വീട് അവിടെ അടച്ചിട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ളത്. ഇവിടെ അങ്ങനെ ആരും ഒരുപാട് റെൻ്റൊക്കെ കൊടുത്തിട്ട് റൂം അങ്ങനെ എടുത്ത് നിൽക്കുന്നവരൊന്നുമില്ല കേട്ടോ. പലരും എന്താ പറയുക എത്ര നല്ല ജോലിയാണെന്നുണ്ടെങ്കിലും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ റൂം എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കാറ്. കാരണം ഇവിടെ അബുദാബി സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല റെൻ്റാണ് കേട്ടോ റൂമിന്. പിന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ 2 BHKയും 4 BHK ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കമ്പനി എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് അങ്ങനെ ആരും റൂം എടുത്ത് നിൽക്കില്ല. പിന്നെ കുട്ടികളുടെ പഠിപ്പിന് വരെ എന്താ പറയുക ഓരോ കമ്പനികൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക നല്ല നല്ല ജോലിയുള്ളവർക്കൊക്കെ അതിനനുസരിച്ച് നിൽക്കാൻ പറ്റും. അതല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, ആ ഒരു വ്യത്യാസമുള്ളൂ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും റെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയ റൂം എടുത്തിട്ടാണ് നിൽക്കുക. അല്ലാത്തവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത്രയും നല്ല റൂമൊക്കെ എടുത്ത് നിൽക്കുന്നവരുണ്ടാവും. ഇനി ഇതാ നെക്സ്റ്റ് നമ്മുടെ വലിയ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്, പാത്രം കഴുകൽ. ഇതും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു പാത്രം കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലുണ്ടല്ലോ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഇനി ഇതാ ലാസ്റ്റ് പരിപാടി വന്നിട്ട് റൂം തുടക്കലാണ്. ഡെയിലി അടിക്കലും തുടക്കലും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ അടിക്കുക തുടക്കാന്നൊക്കെ പറയും, നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്നുള്ള അറിയില്ല. അങ്ങനെ ഇതാ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോവുകയാണ് പുറത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ വേസ്റ്റ് കൊണ്ടിടാൻ പോകുമ്പോൾ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും കൂടെ പോകാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വില്ലയുടെ മുന്നിൽ പാർക്കിംഗ് ഇല്ല. അപ്പം നമ്മളിവിടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫ്രീ പാർക്കിങ്ങിൽ ഇടലാണ്. പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ അലക്കിയിടുന്ന സ്ഥലം, വില്ലയുടെ മുമ്പിലായിട്ട്. ഇപ്പോൾ സമയം 12 മണിയാണ് കേട്ടോ. കാരണം നഴ്സറിയിൽ നിന്ന് വന്നിട്ട് കറക്റ്റ് ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ട് എന്താ പറയുക പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഒരു ഒഴിവുമില്ല കേട്ടോ, ഫുൾ ടൈം ഇത് തന്നെയാണ്. ചിലർ കരുതും ജോലി ഉണ്ടല്ലോ നല്ല സുഖമായല്ലോ ലൈഫ് സെറ്റായല്ലോ എന്നൊക്കെ. പക്ഷേ ജോലി ഉണ്ടായുള്ള അവസ്ഥയാണ് കേട്ടോ അത്. ഒരു റെസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. പിന്നെ ജോലി ഉണ്ടെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് നാളത്തേക്കുള്ള ഫുഡ് ആക്കി വെക്കലാണ്. എല്ലാം റെഡി ആക്കിയിട്ട് തന്നെ വെക്കൂട്ടാ തലേ ദിവസം രാത്രിയിൽ തന്നെ. പിന്നെ തലേന്നുണ്ടാക്കി കുറച്ച് പച്ചക്കായ ഉപ്പേരി ഉണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. സാമ്പാറും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ റെഡി ആക്കിയിട്ടാണ്ട് വെച്ചാണ്ടല്ലോ നാളെ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുക, സാധനങ്ങൾ എടുക്കുക, ഡ്രസ്സ് മാറ്റി പോവുക, സിമ്പിൾ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.